ഇരിക്കുമ്പോൾ ചിലപ്പോൾ പുള്ളിക്കാരിയുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയൊരു ജീവിതമായിരിക്കാം. അപ്പോൾ അവരോട് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു വിമുഖത തോന്നാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും അവരുടെ അവസ്ഥ എന്നുള്ളൊരു ചിലപ്പോൾ അവർ തോന്നൽ, ആ ഒരു കെയറിങ്ങിൽ കൂടിയൊക്കെ ആയിരിക്കാം ഈ സദാചാര ഗുണ്ടത്തി എന്ന് പറയുന്ന രീതിയിലേക്ക് പുള്ളിക്കാരി മാറിയത്. എന്തു തന്നെയാണെങ്കിലും ആ പയ്യൻ്റെ അടുത്ത് പോയിട്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനയും പരിപാടിയൊക്കെ ഇറക്കുന്നുണ്ട്. വീട്ടിൽ നല്ല കയ്യൂക്കുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കിത് കാണുമ്പോഴേ അറിയാം. നല്ല അടി കൊടുത്തിരുത്തി കഴിഞ്ഞാൽ ഈ തോന്നിവാസങ്ങളെല്ലാം അവിടെ തീരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള വീഡിയോ ആദ്യം ഒന്ന് കണ്ടുപോകും. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, നല്ല സംസ്കാരമുള്ള യുവതി. പുള്ളിക്കാരി ഇടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ സംസ്കാരം എന്നെ ഇതൊന്നും പറയാൻ അനുവദിക്കുന്നില്ല എന്ന്. ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വീഡിയോ എടുക്കുകയാണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയുന്നത് എടുക്കുന്നതിന്റെ തരിപ്പ് കാണാനുണ്ടെന്നാണ്. ഇതാണോ മോളുടെ സംസ്കാരം? നല്ല സംസ്കാരം. ബാക്കിയായിട്ട് നോക്കാം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി